ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 516ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പുതുപ്പള്ളിക്കടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. നിങ്ങൾക്ക് എല്ലാ പ്രോപ്പർട്ടികളുടെ വീഡിയോസും അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി നല്ല വിലയിൽ തന്നെ വിൽക്കുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് തരുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു വീടാണ്. 5.75 സെൻറ്റിൽ 1455 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വീടാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. വീടിൻ്റെ അപ്പുറം തൊട്ടടുത്തും വീടുകളുണ്ട്. അതിന് റോഡുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എല്ലാ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുന്നിലായിട്ട് എത്തും. ഒരു വീടിൻ്റെ പണി ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. നമുക്ക് ഗേറ്റ് കടന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഫ്രണ്ട് വശം എല്ലാം ഇൻ്റർലോക്ക് ഉപയോഗിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു കാർ പോർച്ച് നമുക്ക് വീടിന് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ സൈഡ് വഴി പോകുമ്പോൾ കയറി വരുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡ് വഴി പോകുമ്പോഴാണ് കിണറുള്ളത്. ധാരാളം വെള്ളം ലഭിക്കുന്ന കിണറാണെന്നാണ് അതിൻ്റെ ഉടമസ്ഥൻ അറിയിച്ചിരിക്കുന്നത്. ഇതാ കണ്ടല്ലോ, ഇപ്പം മഴയുടെ കാലമൊക്കെ ആയതുകൊണ്ട് ധാരാളം വെള്ളം കിണറിനോടൊപ്പം തന്നെ നിൽപ്പുണ്ട്. പുറവശമൊക്കെ നന്നായി തന്നെ ബീമൊക്കെ വാർത്ത് ഇതിന് തൊട്ട് മുകളിലൂടെ നമ്മുടെ ഒരു പഞ്ചായത്ത് വഴിയാണ്. വീടിൻ്റെ ആ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 200 മീറ്റർ മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. പുതുപ്പള്ളി, പാമ്പാടി, കാഞ്ഞിരത്തുമൂട് വഴി പോകുന്ന ബസ്സാണ് നമ്മുടെ വീടുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഞ്ഞിരത്തുമൂട് ജംഗ്ഷനിലോട്ടും ഒരു 500 മീറ്ററിൽ കൂടുതൽ വരുന്നില്ല. ആ വഴി എന്ന് പറയുന്നത് നമ്മുടെ മണർകാട്, പുതുപ്പള്ളി, തെങ്ങണ ബൈപ്പാസ് റോഡാണ്. 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. വീടിൻ്റെ നമ്മൾ കറങ്ങി വന്ന് തൊട്ട് ഫ്രണ്ടിലായിട്ട് വന്നിട്ടുള്ള ഒരു വ്യൂ ആണ്. ധാരാളം മുറ്റം നമുക്ക് വീടിൻ്റെ മുൻപിലായിട്ടുണ്ട്. കാർ പോർച്ച് ഉൾപ്പെടെ മറ്റൊരു 3 വണ്ടിക്ക് കൂടെ കയറി കിടക്കാവുന്ന രീതിയിലുള്ള മുറ്റത്തിനുണ്ട്. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നല്ല രീതിയിലുള്ള ഗ്രാനൈറ്റ് വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡോറൊക്കെ ആണെങ്കിൽ നല്ല തേക്കിൻ്റെ തടി തീർത്തിരിക്കുന്ന ഡോറുകളും മറ്റുമാണ്. കയറി വരുമ്പോൾ നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ. ലൈറ്റൊന്നും ഇടാതെ തന്നെ ധാരാളം വെളിച്ചം നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ ഉണ്ട്. എങ്കിലും ജിപ്സം വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഒരു ലിവിങ് ഏരിയ ആണ്. അതോടൊപ്പം ഡൈനിങ് ഏരിയയിലും നല്ല രീതിയിൽ തന്നെ ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ലിവിങ് ഏരിയ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, അവിടുത്തെ വർക്കുകളൊക്കെ കണ്ടു. അപ്പം ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കാം. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് കിച്ചണിലോട്ടുള്ള ആ ഒരു പാസേജും നമുക്കിത് കിച്ചൺ കാണാം. നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ്. നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പ്ലംബിംഗ് വർക്കുകളും ഇലക്ട്രിക് വർക്കുകളും കിച്ചൺ കബോർഡുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് അടുക്കളയാണ്. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പോയിൻറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. നമുക്ക് ആ സെക്കൻഡ് കിച്ചണും എല്ലാം കഴിഞ്ഞ് നമുക്ക് നേരെ വെളിയിലേക്ക് ഇറങ്ങാം. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഒരു ബെഡ്റൂമിലേക്കുള്ള ദൂരം. 2 സ്റ്റെയർകേസിനോട് ചേർന്നാണ് സെക്കൻഡ് ബെഡ്റൂമിലേക്കുള്ള ദൂരം. ലിവിങ് ഏരിയയിൽ നിന്നാണ് ഫസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള ദൂരം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡൈനിങ്ങിൻ്റെ ആ നേരെ കണ്ട റൂമിലേക്ക് പോകാം. 3 പാളിയുടെ ജനലുകളാണ് 2 വശത്തായിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് ധാരാളം വെളിച്ചം നമുക്ക് പകൽ സമയത്ത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കിട്ടും. അവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. എല്ലാ റൂമിനും അറ്റാച്ച്ഡായിട്ടുള്ള ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ സെക്കൻഡ് റൂം. ഇവിടെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നല്ല കളർഫുള്ള ബാത്റൂമാണ്. എല്ലാം നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോറൊക്കെ കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലോട്ട് പോയ സ്റ്റെയർകേസാണ്. നമുക്ക് സ്റ്റെയർകേസിൻ്റെ അടിവശം കാണാം. ഒരു ബെഡ്റൂം നമ്മുടെ ആ കയറി വരുന്നിടത്ത് തന്നെ താഴെ 2 ബെഡ്റൂമാണുള്ളത്. മുകളിൽ 1 ബെഡ്റൂം, അങ്ങനെ 3 ബെഡ്റൂമാണ് നിലവിലുള്ളത്. കയറി വരുമ്പോൾ തന്നെ സ്റ്റെയർകേസ് കയറി വരുന്ന ഇടതുവശത്താലാണ് ആ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. താഴത്തെ ആ ബെഡ്റൂമിൻ്റെ അതേ പാരലായിട്ട് വന്നിരിക്കുന്നുണ്ട്. സെയിം ഒരു റൂമിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. അളവും കാര്യങ്ങളും എല്ലാം. ഈ ബെഡ്റൂമിൽ നമുക്ക് തൽക്കാലം ഇറങ്ങാം. ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഓപ്പൺ
ഏരിയയിലോട്ടൊന്ന് പോകാം. ഇവിടെ നല്ല വിശാലമായ ഒരു ടെറസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാ ഈ പുറവശത്തായിട്ട് വേണമെങ്കിൽ ഒരു റൂമും കൂടെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. വെള്ളമൊന്നും യാതൊരു വിധത്തിലും ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു വീടാണ്. നമ്മുടെ വീടിൻ്റെ ഇറങ്ങി വന്ന റോഡിൽ ഇറങ്ങി വന്ന വഴിയാണിത്. അത്യാവശ്യം ജനവാസമുള്ള കേന്ദ്രം തന്നെയാണ്. അപ്പോൾ വീടിൻ്റെ ഉള്ള ഭംഗിയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇതിൻ്റെ വിലയും വിവരങ്ങളൊക്കെ ഞാൻ എൻ്റെ തമ്പനയിലും ക്യാപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കാണാത്തവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നമ്മളതിൻ്റെ വിവരങ്ങളൊക്കെ തക്ക സമയത്ത് നിങ്ങൾ എത്തിച്ചു തരുന്നതാണ്. എത്രയും വേഗം ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ സ്വന്തമാക്കാൻ ശ്രമിക്കുക. കാരണം ധാരാളം ആൾക്കാർ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നിങ്ങൾക്ക് കാണും വരെയും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കാതെ വാങ്ങാനുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഒരു കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കുന്നതാണ്. ഈ ഏരിയയെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാ വിഭാഗക്കാരുടെയും പള്ളികളും അമ്പലങ്ങളും അതുപോലെ തന്നെ മറ്റ് ദേവാലയങ്ങളും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നു. അപ്പം ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ എത്രയും വേഗത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം. ഒരിക്കൽ കൂടി പറയട്ടെ, ഇതിൻ്റെ വിലയും വിവരങ്ങളും ഒക്കെ എൻ്റെ തമ്പനയിലും ക്യാപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.